2025 പ്രവർത്തനം അവസാനിപ്പിച്ച 2013 ഡിസംബർ 19 വിക്ഷേപിച്ച യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ നിരീക്ഷണ ദൗത്യം ഗയ. 2025 താഷ്കന്റ് ഓപ്പൺ ചെസ് ടൂർണമെന്റ് ജേതാവായത് നിഹാൽ സരീൻ. സ്ത്രീകളെ നിർബന്ധിത കന്യാകാത പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് പ്രഖ്യാപിച്ച കോടതി ഛത്തീസ്ഗഡ് കോടതി. 2026-27 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷത്തേക്കാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. കേരള അർബൻ പോളിസി കമ്മീഷൻ ചെയർമാൻ എം സതീഷ് കുമാർ. 2025 കോമൺവെൽത്ത് സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ ആദ്യ ആഫ്രിക്കൻ വനിത ഷിർലെ ബോട്ട്സ്വേ. കടുവ സങ്കേതങ്ങൾക്ക് പുറത്തു പോകുന്ന കടുവകളെ നിരീക്ഷിച്ച് ആക്രമണങ്ങൾ തടയുവാൻ മുൻകരുതലെടുക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ടൈഗർ ഔട്ട്സൈഡ് ടൈഗർ റിസർവ്. രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ, പാമ്പുവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കുന്നതിനായുള്ള പോർട്ടൽ സൂവിൻ. അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയൊരുക്കുന്ന കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതി ജീവൻ ദീപം ഒരുമാം. സമാധാനത്തിനുള്ള ഗോൾഡ് മെർക്കുറി പുരസ്കാരം 2025 നേടിയതാര് ടെൻസിൻ ഗ്യാറ്റ്സോ. സ്ത്രീകളുടെ പേരിൽ വീട്, സ്ഥലം എന്നിവ വാങ്ങിയാൽ രജിസ്ട്രേഷൻ ഫീസിൽ 1% ഇളവ് പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാട്. 2025 FIH പുരുഷ ജൂനിയർ ഹോക്കി ലോകകപ്പിന്റെ വേദി ഇന്ത്യ. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം അടുത്തിടെ ലഭിച്ച സംസ്ഥാനം കേരളം. രാജ്യത്തെ ആദ്യ ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ നിലവിൽ വരുന്നത് കളമശ്ശേരി. കടലും കടലോരവും പ്ലാസ്റ്റിക് മുക്തമാക്കുവാൻ ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ശുചിത്വ സാഗരം സുന്ദര തീരം. 2025 ഏപ്രിലിൽ RBI ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായതാര് പൂനം ഗുപ്ത. ആദ്യമായി ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളുടെ ബഹിരാകാശത്തു നിന്നുള്ള ചിത്രങ്ങൾ പകർത്തിയ ദൗത്യം FRAM-2. ധനകാര്യ ഡാറ്റ ആക്സസ് ശക്തിപ്പെടുത്തുന്നതിനായി അടുത്തിടെ നീതി ആയോഗ് വികസിപ്പിച്ച പോർട്ടൽ നീതി NCAR സ്റ്റേറ്റ് എക്കണോമിക് ഫോറം. ഭൗമസൂചിക പദവിയിൽ ഇടം നേടിയ കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായ. സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ 2024 സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായത് വി മധുസൂദനൻ നായർ. കേന്ദ്ര സ്ഥിതി വിവര മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ തൊഴിൽ സേന സർവേ പ്രകാരം കേരള നഗരങ്ങളിലെ തൊഴിലില്ലായ്മ 8.6%. 2025 ഏപ്രിലിൽ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ചെയർപേഴ്സണായി നിയമിതനായത് ശിവസുബ്രഹ്മണ്യൻ രാമൻ. ഫിഫ വേൾഡ്സ് മെൻസ് റാങ്കിംഗ് 2025 1-ാം സ്ഥാനത്തുള്ള രാജ്യം അർജന്റീന. മനുഷ്യർക്കെതിരായ കരടി ആക്രമണങ്ങൾ തടയുന്നതിനായി കരടികളെ കൊല്ലുവാൻ ഒരുങ്ങുന്ന രാജ്യം സ്ലോവാക്യ. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ്. 2025 ശ്രീലങ്കയുടെ
മിത്ര വിഭൂഷണ പുരസ്കാരത്തിന് അർഹനായത്? നരേന്ദ്രമോദി. വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് എന്ന്? 2025 ഏപ്രിൽ 5. പൗരസേവനങ്ങൾ എളുപ്പമാക്കുന്നതിനു വേണ്ടി സാരഥി AI ചാറ്റ് ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം? ഹരിയാന. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹത നേടിയത്? സാറ ജോസഫ്. കേന്ദ്ര തുറമുഖ മന്ത്രാലയം നൽകുന്ന 2025 സാഗർ സമ്മാൻ വരുണ പുരസ്കാരം നേടിയ മലയാളി? രാജേഷ് ഉണ്ണി. 2031 ഫിഫ വനിത ലോകകപ്പ് വേദി? USA. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആരംഭിച്ച ഏകീകൃത ടോൾ ഫ്രീ നമ്പർ? 1950. 2020 ക്രിക്കറ്റിൽ 13,000 റൺസ് തികച്ച ആദ്യ ഇന്ത്യൻ താരം? വിരാട് കോഹ്ലി. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ടഗ് ബോട്ടുകൾ നിർമ്മിക്കുന്നത്? കൊച്ചി ഷിപ്പ്യാർഡ്. കേരളത്തിലെ ആദിവാസി ഊരുകളിൽ മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങളെ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കി മാറ്റുന്നതിനായുള്ള പദ്ധതി? ജൻ ഗൽസ പദ്ധതി. ഫോർമുല 1 ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് 2025 കിരീടം നേടിയത്? മാക്സ് വെർസ്റ്റപ്പൻ. 2025 ഏപ്രിലിൽ പോർച്ചുഗലിൽ നിന്ന് സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി ലഭിച്ചത്? ദ്രൗപദി മുർമു. സ്കൂൾ കുട്ടികൾക്ക് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി? പ്രൊജക്ട് എക്സ്. ATP മാസ്റ്റേഴ്സ് 1000 ടെന്നീസ് ടൂർണമെന്റിലെ മത്സരം വിജയിച്ച ഏറ്റവും പ്രായം കൂടിയ താരം? രോഹൻ ബൊപ്പണ്ണ. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിനുള്ള പുസ്തകങ്ങളുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ചെറുകഥാ സമാഹാരം? ഹാർട്ട് ലാമ്പ്. 2025 ഏപ്രിലിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച പുതിയ റിപ്പോ നിരക്ക്? 6%. പ്രാദേശിക സർക്കാരുകളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനിൽ ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം? കേരളം. മാലിന്യമുക്ത നവകേരള ക്യാമ്പയിനിന്റെ ഭാഗമായി 2025 ഏപ്രിലിൽ കേരള സർക്കാർ സംഘടിപ്പിച്ച ദേശീയ കോൺക്ലേവ്? വൃത്തി 2025. അടുത്തിടെ ശാസ്ത്രജ്ഞർ ജനിതക എഞ്ചിനീയറിംഗിലൂടെ പുനരുജ്ജീവിപ്പിച്ച 12,500 വർഷങ്ങൾക്ക് മുൻപ് വംശനാശം സംഭവിച്ച ചെന്നായ വിഭാഗം? ഡയർ വൂൾഫ്. 2025 ഏപ്രിലിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഡെപ്യൂട്ടി CIO ആയി നിയമിതനായത്? ബിലാൽ ദാവുദ. ഷൂട്ടിംഗ് ലോകകപ്പ് 2025 വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ സ്വർണം നേടിയത്? സുരുചി ഇന്ദർ സിംഗ്. K-സ്മാർട്ട് സംവിധാനം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ നിലവിൽ വന്നത്? 10 ഏപ്രിൽ 2025. 2025 നാഷണൽ മാരിടൈം വരുണ അവാർഡ് നേടിയത്? രാജേഷ് ഉണ്ണി. 2028 ഒളിമ്പിക്സ് വേദി? ലോസ് ഏഞ്ചൽസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡിന്റെ ആദ്യ വിദേശ ക്യാമ്പസ് ആരംഭിക്കുന്നത്? ദുബായ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇനി പുതിയ ക്വിസ് വീഡിയോസ് വരുമ്പോൾ അത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. 2025 ശ്രീ ചിത്ര തിരുനാൾ അവാർഡിന് അർഹനായത്? PR ശ്രീജേഷ്. രാജ്യത്തെ ആദ്യ കാലിയം നൈട്രൈഡ് അധിഷ്ഠിത സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ യൂണിറ്റ് സ്ഥാപിക്കുന്നത്? ഛത്തീസ്ഗഡ്. 2025 ഏപ്രിലിൽ സ്ലോവാക്യയിലെ കോൺസ്റ്റന്റിൻ സർവകലാശാലയുടെ ഓണററി ഡോക്ടറേറ്റ് പുരസ്കാരം നേടിയത്? ദ്രൗപദി മുർമു. 100ാം ഓസ്കാറിലേക്ക് ഉൾപ്പെടുത്തിയ പുതിയ കാറ്റഗറി? മികച്ച സ്റ്റണ്ട് ഡിസൈൻ. 2025 ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം? സിംഗപ്പൂർ ചാങ്കി എയർപോർട്ട്. വനിതകൾ മാത്രം സഞ്ചാരികളായി നടത്തിയ ആദ്യ ബഹിരാകാശ ദൗത്യമേത്? ബ്ലൂ ഒറിജിൻ NS-31. ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ്? അരുൺ പല്ലി. IPL ക്രിക്കറ്റ് ചരിത്രത്തിൽ 1000 ബൗണ്ടറികൾ നേടിയ ആദ്യ താരം? വിരാട് കോഹ്ലി. ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകളിലെ സംയോജിത പ്രവർത്തനത്തിന് പരിശീലനം ലഭിച്ച സേനാംഗങ്ങൾ അറിയപ്പെടുന്നത്? പർപ്പിൾ ഓഫീസേഴ്സ്. പട്ടികജാതി സംവരണങ്ങളിലെ ഉപവർഗീകരണം നടത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? തെലങ്കാന. 23ാമത് കേന്ദ്ര നിയമ കമ്മീഷന്റെ അധ്യക്ഷനാര്? ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി. 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ടൊവിനോ തോമസ്. ഇന്ത്യയിൽ ആദ്യമായി ഏത് ട്രെയിനിലാണ് ATM മെഷീൻ സ്ഥാപിച്ചത്? പഞ്ചവടി എക്സ്പ്രസ്. രാജ്യത്തെ ജലസ്രോതസ്സുകൾ സംരക്ഷണത്തിന്റെ ഭാഗമായി റെയിൽവേ പാളങ്ങൾക്ക് സമീപം മിച്ചമുള്ള സ്ഥലങ്ങളിൽ ജലസ്രോതസ്സുകൾ നിർമ്മിക്കുന്ന പദ്ധതി? അമൃത് സരോവർ മിഷൻ. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത്? BR ഗവായി. പൂർണ്ണമായും AI സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമ? ലവ് യു. അടുത്തിടെ ഇന്ത്യൻ സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സംഭാവനയായി ഗാന്ധിജിയുടെ അർദ്ധകായ വെങ്കല പ്രതിമ സ്ഥാപിച്ചത് ഏത് രാജ്യത്താണ്? ദക്ഷിണാഫ്രിക്ക. 2025 യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള ഗ്രന്ഥങ്ങൾ ഏതെല്ലാം? ഭഗവത്ഗീത, നാട്യശാസ്ത്രം. 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെട്ട വ്യക്തി? ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ. 2025 ഏപ്രിലിൽ ഉദ്ഘാടനം ചെയ്ത അമരാവതി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? മഹാരാഷ്ട്ര. 2025 ഏപ്രിലിൽ ICC പുരുഷ ക്രിക്കറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത്? സൗരവ് ഗാംഗുലി. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം ഹിന്ദി നിർബന്ധിത 3ാം ഭാഷയാക്കുമെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനം? മഹാരാഷ്ട്ര. 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം? ഗജസിംഹം. മാർ ഫ്രാൻസിസ് പാപ്പ 13 മാർച്ച് 2013, 21 ഏപ്രിൽ 2025, 2025 ഏപ്രിൽ 21
കാലം ചെയ്ത മാർ ഫ്രാൻസിസ് പാപ്പ കത്തോലിക്ക സഭയുടെ എത്രാമത്തെ മാർ പാപ്പയായിരുന്നു? 266. 2024-25 ഐ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത്? ചർച്ചിൽ ബ്രദേഴ്സ് FC ഗോവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാംസ്കാരിക വിഷയങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം? സംസ്കൃതിക 5 അധ്യായ്. ലോകത്തിൽ ആദ്യമായി 10G ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്ക് പരീക്ഷിച്ച രാജ്യം? ചൈന. ലോറ സ്പോർട്സ് അവാർഡ് 2025 മികച്ച പുരുഷ താരം? അർമാൻ ഡുപ്ലന്റീസ്. ലോറ സ്പോർട്സ് അവാർഡ് 2025 മികച്ച വനിതാ താരം? സിമോൺ ബൈൽസ്. 2025 ഏപ്രിലിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായ ഇന്ത്യയിലെ പ്രദേശം? പഹൽഗാം. കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി? എ ജയതിലക്. എണ്ണ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ കണ്ടെത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി? മിഷൻ അന്വേഷൺ. 2025 പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ മരവിപ്പിച്ച പാകിസ്ഥാനുമായുള്ള നദീജല കരാർ? സിന്ധു നദീജല കരാർ. നൂതന സുരക്ഷാ സംവിധാനമായ കോൺവെർജ്ഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ഡിവിഷൻ? മൈസൂരു ഡിവിഷൻ. ലോക പുസ്തക ദിനത്തോടനുബന്ധിച്ച് 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം? റിയോ ഡി ജനീറോ. 2025 ഏപ്രിലിൽ അന്തരിച്ച മുൻ ISRO ചെയർമാൻ? കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ. 2025 പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്കം സംസ്ഥാൻ പുരസ്കാരം നേടിയ കേരളത്തിലെ ഏജൻസി? കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിന്റെ രജത ജൂബിലി പതിപ്പിൽ ആദരിക്കപ്പെടുന്ന പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ്? ശ്യാം ബെനഗൽ. 2025 ഏപ്രിലിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ചെയർമാനായി നിയമിതനായത്? നിപുൺ അഗർവാൾ. അടുത്തിടെ ഷെൻഷോ 20 എന്ന ബഹിരാകാശ ദൗത്യം വിക്ഷേപിച്ചത്? ചൈന. ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ആവശ്യമായ ഉപകരണങ്ങളും മറ്റും വികസിപ്പിക്കുന്നതിന് ISROയുമായി ധാരണാപത്രം ഒപ്പുവച്ചത്? ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി. 2025 ഏപ്രിലിൽ യുനെസ്കോ CIFEJയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ജിതേന്ദ്ര മിശ്ര. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത്? അമരാവതി. ഇന്ത്യ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ട്? വ്യോമിത്ര. 2024-25 സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത്? ലിവർപൂൾ. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുള്ള ഇന്ത്യൻ സംസ്ഥാനം? കേരളം. മൊത്തം ആസ്തി മൂല്യം 10 ലക്ഷം കോടി രൂപ കടന്ന ആദ്യത്തെ ഇന്ത്യൻ കമ്പനി ഏത്? റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടൂർണമെന്റിൽ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ രണ്ടാമത്തെ താരം? വൈഭവ് സൂര്യവംശി.
2025 ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഷാജി എൻ കരുൺ. അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയതായി അവകാശപ്പെടുന്ന പുതിയ നിറമേത്? ഓലോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പഠിപ്പി.